ആൾക്കാരോടും അല്ലെങ്കിൽ വരാൻ പോകുന്ന ബിസിനസ്സുകാരോടും അല്ലെങ്കിൽ എന്റർപ്രണേഴ്സിനോടും അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരോട് എന്താണ് സാറിന് ശരിക്കും ഇനി സമൂഹത്തോട് പറയാനുള്ളത്? ഇപ്പം വരുന്ന പുതിയ ഓണ്ടർപ്രണേഴ്സിനോടാണ്. അതെ. അതെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ സൊസൈറ്റിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. വളരെ വളരെ എന്താ നമുക്ക് ഒരുപാട് സ്കില്ല് സ്കോപ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരുപാട് നമ്മുടെ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പെർസെന്റേജ് എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്, ഓണ്ടർപ്രണേഴ്സ് ആണ്. അപ്പൊ ഇവരോട് പറയാനുള്ളത്, കാരണം ഇവിടെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് വർഷങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ ബിസിനസ് ചെയ്യണം. അതിന് ഏറ്റവും കൂടുതൽ BNA പോലെയുള്ള നെറ്റ്വർക്ക് യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്താണ് ലോകം എന്നുള്ളത് എന്താണ് ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പൊ BNA ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മളുള്ള നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് ജോലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ഒരുപാട് ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം. അതിനുശേഷം നമ്മുടെ ഈ ലോകം എന്ന് പറയുന്ന നല്ലൊരു സമാധാനപരമായ ഒരു സ്ഥലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി പറ്റും. കാരണം അവിടെ നമ്മൾ ഈ ഇതിനകത്ത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് എല്ലാം നിശ്ചയിക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. കാരണം ഈ നമ്മളെ നാടിനി എങ്ങനെ വരണം, പുതിയ എന്തൊക്കെ ഫാക്ടറികൾ വരണം, ഇവിടെ ഗ്രോത്ത് എങ്ങനെ വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഈ ബിസിനസ് ഓണേഴ്സിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ഇവര് ഏറ്റവും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ നമ്മുടെ ബ്യൂറോക്രാറ്റ്സിനെ പോലെ ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഗ്രൂപ്പാണ് നമ്മളെ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കുമുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. കാരണം ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞത് ഈ BNIക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഒരു റെക്കഗ്നേഷൻ പോലും കിട്ടി തുടങ്ങുന്നത്. അല്ലാതെ വേറൊരു സ്ഥലത്ത് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് സർ, ഓക്കെ, ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ദിസ് ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രൂപേഷ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു നമുക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തരുന്നതിന്, കാരണം പലപ്പോഴും നമുക്ക് പബ്ലിക്കിനോടൊന്നും അങ്ങനെ പറയാൻ വേണ്ടി പറ്റാറില്ല. അപ്പൊ നമ്മൾ ഇതുവരെ എനിക്കൊരു 2500ഓളം ആൾക്കാരെ എനിക്ക് അത് ഈ BNA കുറിച്ച് സംസാരിക്കാനും ട്രെയിനിങ് കൊടുക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യാനും ഇൻസ്പയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ മിനിമം ഒരു 10,000 ആൾക്കാരെങ്കിലും ഇതുപോലെ തന്നെ നമ്മളെ സൊസൈറ്റിയിലെ ആൾക്കാരുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നും തന്നെയാണ്, അവരെ ഒരു ഇമ്പാക്ട് അതിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഈ വരുന്ന 10,000 ആൾക്കാർ അടുത്തൊരു 1 lakh പ്ലസ് ആൾക്കാരിലേക്ക് സൊസൈറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ, ഇപ്പൊ എനിക്ക് രൂപേഷനും വേണ്ട എന്താ, ഏറ്റവും നല്ല രീതിയിൽ സന്തോഷപരമായിട്ട് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആൾക്കാരുമായിട്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണം. അപ്പൊ അതിന് ഇതുപോലുള്ള ഓർഗനൈസേഷൻസ് നിർബന്ധമായിട്ടും നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ വർക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു രമേശ്. താങ്ക് യു.